ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോട്ടെ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചോദ്യമാണ്, ക്ഷേത്രത്തിലെ കള്ളന്മാർ പ്രവേശിച്ചാൽ ചെയ്യപ്പെടേണ്ട പരിഹാരം എന്താണ്? ചോരശാന്തിയാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ കള്ളന്മാർ കടന്നു കഴിഞ്ഞാൽ ചെയ്യപ്പെടേണ്ട പരിഹാരം എന്താണ്? എന്ത് പരിഹാരമാണ്? ചോരശാന്തിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ കള്ളന്മാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യപ്പെടേണ്ട പരിഹാരം എന്താണ്ടാ? ചോരശാന്തിയാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, കൊട്ടാരക്കര തമ്പുരാൻ്റെ മറ്റ് കൃതികൾ അല്ലെങ്കിൽ കൊട്ടാരക്കര തമ്പുരാൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? പുത്രകാമേഷ്ടി, സീതാസ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, സേതുബന്ധനം. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? പുത്രകാമേഷ്ടി, സീതാസ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, സേതുബന്ധനം. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? പുത്രകാമേഷ്ടി, സീതാസ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, സേതുബന്ധനം. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, കൈകേയിയുടെ രാജ്യമേത്? അത് കേകയമാണ്. അപ്പോൾ കൈകേയിയുടെ രാജ്യമേതാണ്? അത് കേകയമാണ്. അപ്പോൾ കൈകേയിയുടെ രാജ്യമേതാണ്? അത് കേകയമാണ്. കേകയമാണ്. നാലാമത്തെ ചോദ്യമാണ്, ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഊർമിളയാണ്. അപ്പോൾ ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേരെന്താണ്ടാ? അത് ഊർമിളയാണ്. അപ്പോൾ ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഊർമിളയാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, ശ്രീരാമൻ ജനിച്ച നാള് ഏത് നാളാണ്? പുണർദം നാളിലാണ് ശ്രീരാമൻ ജനിച്ചത്. അപ്പോൾ നമ്മുടെ ശ്രീരാമൻ ജനിച്ച നാൾ ഏത് നാളാണ്? പുണർദം നാളാണ്. അപ്പോൾ നമ്മുടെ ശ്രീരാമൻ ജനിച്ച നാളേതാണ്? പുണർദം നാളിലാണ് ശ്രീരാമൻ ജനിച്ചത്. അപ്പോൾ നമ്മുടെ ശ്രീരാമൻ ജനിച്ച നാൾ ഏത് നാളാണ്? പുണർദം നാളിലാണ് ശ്രീരാമൻ ജനിച്ചത്. അടുത്ത ആറാമത്തെ ചോദ്യമാണ്, ശത്രുഘ്നൻ ജനിച്ച നാൾ ഏത് നാളാണ്? ആയില്യം നാളാണ്. അപ്പോൾ ശത്രുഘ്നൻ ജനിച്ച നാളെന്നാണ്? ആയില്യം നാളിലാണ് ശത്രുഘ്നൻ ജനിച്ചത്. അപ്പോൾ ശത്രുഘ്നൻ ജനിച്ച നാളെന്നാണ്? ആയില്യം നാളിലാണ് ശത്രുഘ്നൻ ജനിച്ചത്. അപ്പോൾ ശത്രുഘ്നൻ എന്ന് ജനിച്ചു? ആയില്യം നാളിലാണ് ശത്രുഘ്നൻ ജനിച്ചത്. അടുത്ത് നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്, രാമാവതാരത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും അറിയാമത് രാവണവധമാണ്. അപ്പോൾ നമ്മുടെ രാമ അവതാരത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അത് രാവണവധമാണ്. എല്ലാവർക്കും അറിയാം. അടുത്ത എട്ടാമത്തെ ചോദ്യമാണ്, പാറമേക്കാവ്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഏത് മരം കൊണ്ടാണ്? പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാറമേക്കാവ്, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഏതുകൊണ്ടാണ്? പ്ലാവ് മരം കൊണ്ടാണ്. അടുത്ത് ഒൻപതാമത്തെ ചോദ്യമാണ്, 1000 കൽമണ്ഡപമുള്ള പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗം വിഷ്ണു ക്ഷേത്രം. അപ്പോൾ 1000 കൽമണ്ഡപങ്ങളുള്ള പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗം വിഷ്ണു ക്ഷേത്രവും. അപ്പോൾ 1000 കൽമണ്ഡപങ്ങളുള്ള പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗം വിഷ്ണു ക്ഷേത്രം. അടുത്ത 10ാമത്തെ ചോദ്യമാണ്, നാൽപ്പാമരങ്ങൾ ഏതെല്ലാമാണ്? അത്തി, ഇത്തി, അരയാൽ, പേരാൽ. അപ്പോൾ നാൽപ്പാമരങ്ങൾ ഏതൊക്കെയാണ്ടാ? അത്തി, ഇത്തി, അരയാൽ, പേരാൽ. അപ്പോൾ നാൽപ്പാമരങ്ങൾ ഏതൊക്കെയാണ്? അത്തി, ഇത്തി, അരയാൽ, പേരാൽ. അടുത്ത 11ാമത്തെ ചോദ്യമാണ്, പാമ്പും തവളയും കാണാത്ത ക്ഷേത്ര തീർത്ഥക്കുളമേത്? അത് ഇരിങ്ങാലക്കുടയിലെ കൂടൽ മാണിക്യ ക്ഷേത്രമാണ്. അപ്പോൾ
പാമ്പും തവളയും കാണാത്ത ക്ഷേത്രതീർത്ഥക്കുളം ഏതാണ്? അത് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ് പാമ്പും തവളയും കാണാത്ത ക്ഷേത്രതീർത്ഥക്കുളം എന്ന് പറയുന്നത്. അടുത്ത 12ാമത്തെ ചോദ്യമാണ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആരൊക്കെയാണ്? കെ രാഘവൻ. ഇത് നമ്മുടെ ഇതിലൊരു അപ്ഡേഷൻ ഉണ്ട്, അത് പിന്നെ പറയാം. ഓക്കെ, അടുത്ത് 12ാമത്തെ ചോദ്യമാണ്, ക്ഷേത്രസങ്കല്പം. എന്താണ് ക്ഷേത്രസങ്കല്പം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ക്ഷേത്രസങ്കല്പം? ക്ഷേത്രത്തെ ഒരു ദേവനായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗർഭഗൃഹം ദേവൻ്റെ ശിരസായും അകത്ത് പ്രദക്ഷിണ വഴി മുഖമായും മുഖമണ്ഡപം കഴുത്തായും നാലമ്പലമെന്ന് പറയുന്നത് കൈകളായും പുറത്തെ പ്രദക്ഷിണ വഴി വയറായും പുറം മതിൽ മുട്ടുകളായും കണങ്കാലുകളായും ഗോപുരം പാദങ്ങളായും എന്ത് ചെയ്യുന്നു? സങ്കല്പിക്കുന്നു. അപ്പോൾ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുമ്പോൾ എന്താണ്? ക്ഷേത്രത്തെ നമ്മളൊരു ദേവനായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഗർഭഗൃഹം എന്ന് പറയുന്ന അപ്പോൾ എന്താണ്? ദേവൻ്റെ ശിരസായിട്ട് മാറും. അപ്പോൾ നമ്മൾ അകത്ത് പ്രദക്ഷിണ വഴി എന്തായിട്ട് മാറും? അത് ദേവൻ്റെ മുഖമായിട്ട് മാറും. മുഖമണ്ഡപം എന്ത് ചെയ്യുന്നു? അത് കഴുത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? അടുത്ത് നാലമ്പലം എന്തായിട്ട് മാറുന്നു? ദേവൻ്റെ കൈകളായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ പുറത്തുള്ള പ്രദക്ഷിണ വഴി എന്തായിട്ട് മാറുന്നു? ദേവൻ്റെ വയറായിട്ട് മാറുന്നു. അടുത്ത് പുറം മതിൽ എന്തായിട്ട് മാറുന്നു? മുട്ടുകളായും കണങ്കാലുകളായും എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പോൾ ഗോപുരം എന്തായിട്ട് ചെയ്യുന്നു? പാദങ്ങളായിട്ടും അത് സങ്കല്പത്തിൽ ചെയ്യുന്നു. അപ്പോൾ പുറം മതിൽ മുട്ടുകളായും കണങ്കാലുകളായും ഗോപുരം പാദങ്ങളായും എന്ത് ചെയ്യുന്നു? സങ്കല്പിക്കുന്നു. ഇതാണ് ക്ഷേത്രസങ്കല്പം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സിമ്പിളാണ്. അടുത്ത് 13ാമത്തെ ചോദ്യമാണ്, ദശാവതാരങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം നമ്മുടെ ദശാവതാരം ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. അപ്പോൾ ദശാവതാരങ്ങൾ 10 അവതാരങ്ങൾ ഏതൊക്കെയാണ്ടാ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ. ലാസ്റ്റ് ഏതാണ്? നമ്മുടെ കൽക്കിയാണ്. ഏതാണ്? കൽക്കിയാണ്. അടുത്ത നമ്മുടെ 14ാമത്തെ ചോദ്യം, പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേരെന്ത്? എന്താണ്? നീലാചലം എന്നാണ്. അപ്പോൾ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രം, പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേരെന്ത്? എന്താണ്? നീലാചലം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേരെന്താണ്? എന്താണ്? നീലാചലം എന്നാണ് പറയുന്നത്. അപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേരെന്താണ്? നീലാചലം എന്നാണ് പറയുന്നത്. ചോദ്യം ഒന്നുകൂടി പറയാം. പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേരെന്ത്? എന്താണ്? നീലാചലം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത് 15ാമത്തെ ചോദ്യമാണ്, ശ്രീരംഗത്തെ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏത് രാജവംശമാണ്? പാണ്ഡ്യവംശമാണ്. അപ്പോൾ ശ്രീരംഗത്തെ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏത് രാജവംശമാണ്? അത് പാണ്ഡ്യവംശമാണ്. അപ്പോൾ ശ്രീരംഗത്തെ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ്? അത് പാണ്ഡ്യവംശമാണ്. ഏതാണ്? പാണ്ഡ്യവംശമാണ്. അടുത്ത് 16ാമത്തെ ചോദ്യമാണ്, അഷ്ടഗന്ധം ഏതെല്ലാമാണ്? അകിൽ, ചന്ദനം, കുങ്കുമം, മാഞ്ചി, ഗുൽഗുലു, കോട്ടം, ഇരുവേലി രാമച്ചം. അപ്പോൾ അഷ്ടഗന്ധം ഏതെല്ലാമാണ്? അകിൽ, ചന്ദനം, കുങ്കുമം, മാഞ്ചി, ഗുൽഗുലു, കോട്ടം, ഇരുവേലി, രാമച്ചം. അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, അഷ്ടഗന്ധം ഏതെല്ലാമാണ്? അകിൽ, ചന്ദനം, കുങ്കുമം, മാഞ്ചി, ഗുൽഗുലു, കോട്ടം, ഇരുവേലി, രാമച്ചം. അടുത്ത് 17ാമത്തെ ചോദ്യമാണ്, സുമിത്രയുടെ രാജ്യമേത്?
ഏതാണ്? അത് കാശിയാണ്. അപ്പോൾ സുമിത്രയുടെ രാജ്യം ഏതാണ്? ഏതാണ്? അത് കാശിയാണ്. അപ്പോൾ സുമിത്രയുടെ രാജ്യം ഏതാണ്ടാ? അത് കാശിയാണ്. ഏതാണ്? കാശിയാണ്. സുമിത്രയുടെ രാജ്യം ഏതാണ്? അത് കാശിയാണ്. അടുത്ത് 18ാമത്തെ ചോദ്യമാണ്. പുത്രലാഭത്തിന് ദശരഥൻ നടത്തിയ യാഗം ഏതാണ്? അത് നമ്മുടെ പുത്രകാമേഷ്ടി യാഗമാണ്. അപ്പോൾ പുത്രലാഭത്തിന് ദശരഥൻ നടത്തിയ യാഗം ഏതാണ്? അത് പുത്രകാമേഷ്ടി യാഗമാണ്. മനസ്സിലായല്ലോ. അടുത്ത് 19ാമത്തെ ചോദ്യമാണ്. ഭരതൻ ജനിച്ച നാളേത്? ഏതാണ്? അത് പൂയം നാളാണ്. അപ്പോൾ ഭരതൻ ജനിച്ച നാൾ ഏത് നാളാണ്? അത് നമ്മുടെ പൂയം നാളാണ്. ഏത് നാളാണ്? പൂയം നാളാണ്. അറിയാമല്ലോ. അപ്പോൾ ഭരതൻ ജനിച്ച നാളേതാണ്? പൂയം നാളാണ്. അടുത്ത് 20ാമത്തെ ചോദ്യമാണ്. ദേവേന്ദ്രന് ശാപമോക്ഷം കിട്ടിയത് എങ്ങനെയാണ്? 1000 ലിംഗത്തിന് പകരം 1000 കണ്ണുകൾ ഉണ്ടാകുമെന്ന് ശാപമോക്ഷം ലഭിച്ചപ്പോഴാണ് ദേവേന്ദ്രൻ എന്ത് ചെയ്തത്? ശാപമോക്ഷം കിട്ടിയത്. അപ്പോൾ ദേവേന്ദ്രന് ശാപമോക്ഷം കിട്ടിയത് എങ്ങനെയാണ്? 1000 ലിംഗത്തിന് പകരം 1000 കണ്ണുകൾ ഉണ്ടാകുമെന്ന് ശാപമോക്ഷം ലഭിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? ദേവേന്ദ്രന് ശാപമോക്ഷം കിട്ടിയത്. അപ്പോൾ എങ്ങനെയാണ് ദേവേന്ദ്രന് ശാപമോക്ഷം കിട്ടിയത്? 1000 ലിംഗത്തിന് പകരം 1000 കണ്ണുകൾ ഉണ്ടാകുമെന്ന ആ ഒരു ശാപമോക്ഷം ലഭിച്ചപ്പോഴാണ് നമ്മുടെ ദേവേന്ദ്രന് ശാപമോക്ഷം കിട്ടിയത്. അടുത്ത് 21ാമത്തെ ചോദ്യമാണ്. പരശുരാമൻ എന്ന പേര് വന്നത് എങ്ങനെയാണ്? ശിവൻ നൽകിയ പരശു എന്ന ആയുധം ഉപയോഗിക്കുന്നതിനാലാണ് എന്ത്? പരശുരാമൻ എന്ന പേര് വന്നത്. അപ്പോൾ പരശുരാമനെ പരശു എന്ന ആയുധം കൊടുത്ത ആരാണ്? നമ്മുടെ ശിവനാണ്. മനസ്സിലായല്ലോ. അപ്പോൾ പരശുരാമൻ എന്ന പേര് വന്നത് എങ്ങനെയാണ്? നമ്മുടെ ശിവൻ നൽകിയ പരശു എന്ന ആയുധം ഉപയോഗിക്കുന്നവൻ ആരാണോ അതാണ് നമ്മുടെ ആര്? പരശുരാമൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്ത് 22ാമത്തെ ചോദ്യമാണ്. അഷ്ടദ്രവ്യങ്ങൾ ഏതെല്ലാമാണ്? അരയാൽ, അകില്, പ്ലാവ്, പേരാല്, ചമത, പായസം, നെയ്യ്. അപ്പോൾ അഷ്ടദ്രവ്യങ്ങൾ ഏതെല്ലാമാണ്? അരയാൽ, അകില്, പ്ലാവ്, പേരാല്, ചമത, പായസം, നെയ്യ്. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്. അഷ്ടദ്രവ്യങ്ങൾ ഏതെല്ലാമാണ്? അരയാൽ, അകില്, പ്ലാവ്, പേരാല്, ചമത, പായസം, നെയ്യ്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നമ്മുടെ 23ാമത്തെ ചോദ്യമാണ്. സ്ഥിരവിഗ്രഹങ്ങൾ 3 തരമാണ്. ഏതൊക്കെയാണ്? സ്ഥാനകം, ആസനം, ശയനം. അപ്പോൾ സ്ഥിരവിഗ്രഹങ്ങൾ 3 തരമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സ്ഥാനകം, ആസനം, ശയനം. അപ്പോൾ സ്ഥാനകം എന്ന് പറയുമ്പോൾ നിൽക്കുന്നതിനെയാണ് നമ്മൾ സ്ഥാനകം എന്ന് പറയുന്നത്. ഇരിക്കുന്നതിനെയാണ് നമ്മൾ ആസനമെന്ന് പറയുന്നത്. കിടക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ശയനമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? സ്ഥിരവിഗ്രഹങ്ങൾ 3 തരമാണ്. സ്ഥാനകം നിൽക്കുന്നത്, ആസനം ഇരിക്കുന്നത്, ശയനം കിടക്കുന്നത്. അടുത്ത 24ാമത്തെ ചോദ്യമാണ്. ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അത് ഹരിപ്പാട് ക്ഷേത്രമാണ്. അപ്പോൾ ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അത് ഹരിപ്പാട് ക്ഷേത്രമാണ്. അപ്പോൾ ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അത് നമ്മുടെ ഹരിപ്പാട് ക്ഷേത്രമാണ്. മനസ്സിലായല്ലോ. അടുത്ത് 25ാമത്തെ ചോദ്യമാണ്. ചുറ്റമ്പലം, ഉഷപൂജ എന്നിവ ഇല്ലാത്ത ക്ഷേത്രം ഏതാണ്? ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. അപ്പോൾ ചുറ്റമ്പലവും ഉഷപൂജയും ഇല്ലാത്ത ക്ഷേത്രം ഏതാണ്? നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. അപ്പോൾ ചുറ്റമ്പലവും ഉഷപൂജയും ഇല്ലാത്ത ക്ഷേത്രം ഏതാണ്? നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. അപ്പോൾ ചുറ്റമ്പലവും ഉഷപൂജയും ഇല്ലാത്ത ക്ഷേത്രം ഏതാണ്? അത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. ഇതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് ഇതൊന്നും ഇല്ലാത്തത്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യമാണ് നമ്മുടെ 26ാമത്തെ ചോദ്യമാണ്. ശ്രീകോവിലുകളുടെ 3 ആകൃതികൾ ഏതൊക്കെയാണ്? ചതുരം, വൃത്തം, അർദ്ധവൃത്തം. അപ്പോൾ ശ്രീകോവിലുകളുടെ 3 ആകൃതികൾ ഏതൊക്കെയാണ്ടാ? ചതുരം, വൃത്തം,
അർദ്ധവൃത്തം. അപ്പോൾ നമ്മുടെ ശ്രീകോവിലുകളുടെ 3 ആകൃതികൾ ഏതെല്ലാമാണ്? ചതുരം, വൃത്തം, അർദ്ധവൃത്തം. അവിടെ നമ്മുടെ 27ാമത്തെ ചോദ്യമാണ്, പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാമാണ്? ഈശാനം, കിഴക്ക്, അഗ്നികോൺ, തെക്ക്. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാമാണ്? ഈശാനം, കിഴക്ക്, അഗ്നികോൺ, തെക്ക്. അപ്പോൾ ചോദ്യം ഒന്നുകൂടി, പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാമാണ്? ഈശാനം, കിഴക്ക്, അഗ്നികോൺ, തെക്ക്. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യമാണ് 28ാമത്തെ ചോദ്യമാണ്. ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? ഏത് സ്ഥാനമാണ്? ലിംഗമാണ്. അപ്പോൾ നമ്മുടെ ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനമാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഏത് സ്ഥാനമാണ്? അത് ലിംഗമാണ്. അപ്പോൾ നമ്മുടെ ധ്വജസ്തംഭം, ചോദ്യം ശ്രദ്ധിക്കുക, നമ്മുടെ ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? ഏത് സ്ഥാനമാണ്? അത് ലിംഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അടുത്ത 29ാമത്തെ ചോദ്യമാണ്, പ്രഭാതത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണമെന്ത്? എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് വ്യാധിനാശനമാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഭാതത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണമെന്താണ്? വ്യാധിനാശനമാണ് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രഭാതത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണമെന്താണ്? വ്യാധിനാശനമാണ്. മനസ്സിലായല്ലോ. പ്രഭാതത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണമെന്താണ്? വ്യാധിനാശനമാണ്. മനസ്സിലായല്ലോ. അടുത്ത 30ാമത്തെ ചോദ്യമാണ്, ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകമേത്? ഏതാണ്? അത് ഭസ്മമാണ്. അപ്പോൾ ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകമേതാണ്? അത് നമ്മുടെ ഭസ്മമാണ്. അപ്പോൾ ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന പദമേതാണ്ട? അത് ഭസ്മമാണ്. ഏതാണ്? ഭസ്മമാണ്. അപ്പോൾ നമ്മുടെ 30 ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം, ക്ഷേത്രത്തിൽ കള്ളന്മാർ പ്രവേശിച്ചാൽ ചെയ്യപ്പെടേണ്ട പരിഹാരം എന്താണ്? ചോര ശാന്തിയാണ്. കൊട്ടാരക്കര തമ്പുരാൻ്റെ മറ്റ് കൃതികൾ എന്തൊക്കെയാണ്? പുത്രകാമേഷ്ടി, സീതാ സ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, സേതു ബന്ധനം. കൈകേയിയുടെ രാജ്യം ഏതാണ്? അത് കേകയമാണ്. ലക്ഷ്മണൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഊർമിളയാണ്. എന്താണ്? ഊർമിളയാണ്. അടുത്ത്, ശ്രീരാമൻ ജനിച്ച നാള് ഏത് നാളാണ്? പുണർദം നാളാണ്. ഏത് നാളാണ്? പുണർദം നാളാണ്. ശത്രുഘ്നൻ ജനിച്ച നാള് എന്താണ്? ആയില്യമാണ്. രാമാവതാരത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? രാവണ വധമാണ്. പാറമേക്കാവ്, കൊടുങ്ങല്ലൂര് എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1000 കൽമണ്ഡപങ്ങളുള്ള പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ, മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീരംഗം വിഷ്ണു ക്ഷേത്രവും. നാൽപ്പാമരങ്ങൾ ഏതെല്ലാമാണ്? അത്തി, ഇത്തി, അരയാൽ, പേര. പാമ്പും തവളയും കാണാത്ത ക്ഷേത്ര തീർത്ഥക്കുളം ഏത്? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡിൻ്റെ അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു, ക്ഷമിക്കണം. അടുത്ത ചോദ്യം, ക്ഷേത്രസങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ക്ഷേത്രത്തെ ഒരു ദേവനായി സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഗർഭഗൃഹം എന്താണ്? ദേവൻ്റെ ശിരസാണ്. അകത്തെ പ്രദക്ഷിണ വഴി ദേവൻ്റെ മുഖമാണ്. മുഖമണ്ഡപം കഴുത്തായും നാലമ്പലം എന്താണ്? കൈകളായും. പുറത്തെ പ്രദക്ഷിണ വഴി ദേവൻ്റെ വയറായും. പുറമതിൽ ദേവൻ്റെ മുട്ടുകളായും കണങ്കാലുകളായും. ഗോപുരം എന്താണ്? പാദങ്ങളായും സങ്കല്പിക്കുന്നു. അടുത്ത ചോദ്യം, ദശാവതാരങ്ങൾ ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേര്?
നീലാചലമെന്നാണ്. ശ്രീരംഗത്തെ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം പാണ്ഡ്യവംശമാണ്. അഷ്ടഗന്ധം ഏതെല്ലാമാണ്? അകിൽ, ചന്ദനം, കുങ്കുമം, മാഞ്ചി, ഗുൽഗുലു, കോട്ടം, ഇരുവേലി, രാമച്ചം. സുമിത്രയുടെ രാജ്യം ഏതാണ്? കാശിയാണ്. ലാഭത്തിന് ദശരഥൻ നടത്തിയ യാഗം പുത്രകാമേഷ്ടി യാഗമാണ്. ഭരതൻ ജനിച്ച നാള് പൂയമാണ്. ദേവേന്ദ്രന് ശാപമോക്ഷം കിട്ടിയതെങ്ങനെ? 1000 ലിംഗത്തിന് പകരം 1000 കണ്ണുകളുണ്ടാകുമെന്ന് ശാപമോക്ഷം ലഭിച്ചപ്പോൾ. പരശുരാമൻ എന്ന പേര് വന്നതെങ്ങനെ? ശിവൻ നൽകിയ പരശു എന്ന ആയുധം ഉപയോഗിക്കുന്നതിലാണ് ആ ഒരു പേര് വന്നത്. അഷ്ടദ്രവ്യങ്ങൾ ഏതെല്ലാം? അരയാൽ, അകിൽ, പ്ലാവ്, പേരാൽ, ചമത, പായസം, നെയ്യ്. സ്ഥിരവിഗ്രഹങ്ങൾ 3 തരം ഏതൊക്കെയാണ്? സ്ഥാനകം നിൽക്കുന്നത്, ആസനം ഇരിക്കുന്നത്, ശയനം കിടക്കുന്നത്. ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. ചുറ്റമ്പലം, ഉഷപൂജ എന്നിവ ഇല്ലാത്ത ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. ശ്രീകോവിലുകളുടെ 3 ആകൃതികൾ ഏതൊക്കെയാണ്? ചതുരം, വൃത്തം, അർദ്ധ വൃത്തം. പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തിന് അവലംബിക്കുന്ന ദിക്കുകൾ ഏതെല്ലാമാണ്? ഈശാനം, കിഴക്ക്, അഗ്നികോണ്, തെക്ക്. ധ്വജസ്തംഭം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു? ധ്വജസ്തംഭം ഏതാണ്? അത് ലിംഗമാണ്. പ്രഭാതത്തിൽ നടത്തുന്ന പ്രദക്ഷിണത്തിൻ്റെ ഗുണം വ്യാധി നാശനമാണ്. ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ഏതാണ്? അത് ഭസ്മമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് വഴി ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. മാക്സിമം ഞാൻ നമ്മുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നെഗറ്റീവായാലും പോസിറ്റീവായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം പറയാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.